അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി തിങ്കളാഴ്ച. അതുവരെ ബെയിലിൻ ദാസിന് ജയിലിൽ തുടരേണ്ടി വരും. അതേസമയം ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷം പേരും കാര്യം എന്തെന്നറിയാതെയാണ് തനിക്കെതിരെ പ്രചാരണം നടത്തുന്നതെന്ന് ഷാമിലി പറഞ്ഞു. അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു ഷാമിലിയുടെ പ്രതികരണം. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11-ൽ നിന്നും 12-ലേക്ക് മാറ്റിയാണ് ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ജാമ്യത്തെ ശക്തമായ രീതിയിൽ പ്രോസിക്യൂഷൻ എതിർത്തു. കേസിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും രഹസ്യമൊഴി പോലും രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന വകുപ്പ് നിലനിൽക്കില്ലെന്നും ഷ്യാമിലിയാണ് തന്നെ മർദ്ദിച്ചതെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. വാദം പൂർത്തിയാക്കി വിധി പറയാനായി ഉച്ചയ്ക്ക് ശേഷം കോടതി ചേർന്നെങ്കിലും വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം തനിക്കെതിരായ പ്രചരണത്തിൽ വൈകാരിക പ്രതികരണവുമായി ഷ്യാമിലി രംഗത്തെത്തി. ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യമെന്തെന്ന് അറിയാതെ തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുന്നതായി ഷ്യാമിലി പറഞ്ഞു. അഭിഭാഷകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഷ്യാമിലിയുടെ പ്രതികരണം. എനിക്കെതിരെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആരോപണങ്ങളൊന്നല്ല. ശരിക്കും അതൊരു വിക്ടിം ബ്ലെയിമിംഗ് ആയിരുന്നു. അതിന് ഞാൻ വൈകാരികമായി കൊടുത്ത മറുപടിയാണ് അത് ലീക്കായത്. അത് ആരാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു അറിവുമില്ല. കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വരും ദിനങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും ഷ്യാമിലി വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.